I don't know if it's on right. I don't know if it's on right. This. I don't know if I put this thing on. I don't know if it's on right. Take it out and put it back on. Not the iPad. It's this. Shift the quite well.
think we'll open the door.
ഭഗവാനായ ദൈവമേ, പിതാവേ, ഇന്നേ ദിവസം ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവേ, പ്രിയദാസന്റെ സ്വസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്നതായ ഈ സമയത്ത് ദൈവമേ, നിന്റെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഉണ്ടാകണമേ. ദുഃഖാത്തരായിരിക്കുന്നതായ ഈ കുടുംബങ്ങൾക്ക് വേണ്ടുന്ന ശാന്തിയും സമാധാനവും കർത്താവെ, യാത്രയക്കുന്ന സമയത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരുക്കത്തോടുകൂടെ മാനസികമായി ഒരുക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഈ പ്രിയപ്പെട്ടതിനെ എല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് വ്യാപരിക്കണമേ. കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി തരണമേ. ദൈവീകൃപ പുതിയണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാക്കണമേ. ആനന്ദമുണ്ടേനി ആനന്ദമുണ്ടേനി കേശു മഹാരാജൻ സന്നിധിയിൽ ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ, നീ എന്റെ സങ്കേതമാകെ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസ എന്നാത്മാവേ, നിന്നിൽ ചാഞ്ചല്യമെന്തേ ബഹായിൻ താഴ്വര യാത്രേയ്ത സിയോൻ പോലെ കർത്താവേ, നീ വേഗം വന്നിടണേ. തോർത്താലിച്ചോണി മഹാദുഃഖം എന്നാലും നിൻമുഖ ശോഭയാതിൻ മൂലം കാന്തി കൊണ്ടാനന്ദിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നിറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരുമായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പീൻ വാഞ്ചിക്കുന്നു.
ഉരിവാനെല്ലാം മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയ ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടിട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്നും അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ആശ്വാസമേ എനിക്ക് എത്തിക്കുന്നു എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ആശ്വാസമേ എനിക്കേറെത്തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമെൻ രക്ഷകൻ സന്നിധിയിൽ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോട ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ച ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൽ കണ്ണുനീരെല്ലാം എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ച മോദപൂർണ്ണനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാടിന്റെ രക്തം തന്നിൽ നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്ന പരീശുവിൻ തിങ്കരുതീരത്തിൻ ശക്തിയാലേ തങ്കകിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല എന്നിട്ട വസ്തു പാടിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചെന്നാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കെന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധിയിൽ ചെന്നാൽ മതി. കർത്താവേ വിശ്വാസത്തോരിൽ നാഥൻ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ തകർന്നാഥൻ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെത്തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ഈ സമയത്ത് ഷോൺ സാജൻ ഈ സമയത്ത് തന്റെ പിതാവിനെ കുറിച്ചുള്ളതായ ഓർമ്മകൾ പങ്കുവെക്കുന്നു.
Good morning, everyone. It's comforting to see a room full of people all here for my dad. I know Dad has touched many lives throughout his life and has been there for many people. ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ഓർമ്മകളുണ്ട്, ചിന്തകളുണ്ട്. അത് വാക്കിൽ കൂടെ പറയാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ ശ്രമിക്കാം. I'm not a public speaker, so this is very hard for me. 2020 is a very difficult year for everyone. There was so much uncertainty, hatred, confusion, hopelessness, and stress in everyone's thoughts through this pandemic and other personal issues. I was fortunate to work from home during the pandemic and have my work desk placed beside my dad's bed. He was my loyal assistant while I worked and he laid in bed. He was so happy to see what I was doing and curious. It meant the world to me. I was able to slow down time and witness who my father was for us and to everyone. These last 2 months meant so much to me. My father was the same person pre-cancer and during cancer. He was the same person pre-COVID and during COVID. None of these factors or issues did not change him because of his unique qualities. We all should try to adopt if we can. I'm going through some of the qualities. Everyone's spoken about it. It's pretty easy and known what kind of person he was. Daddy is soft-spoken, selfless, genuine, loyal, simplistic, generous, and patient. He does not complain, works very hard, and treats everyone equally with pure love. A disease or pandemic did not change who he is as a person and what he believed in, and how it maintained his relationships. These are reasons why people adore him so much. Daddy never wanted any വർഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് നാട്ടിൽ പോകാൻ പറ്റി. അപ്പോൾ ഡാഡിയും ഞാനും അവസാനമായിട്ട് ഞങ്ങളുടെ പള്ളിയുടെ സെൻറ്റ് പീറ്റേഴ്സ് മാങ്ങാനം പള്ളി ഇടാൻ പറ്റി. ഡാഡിക്ക് അന്ന് മേലെ ഒട്ടും ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നാലും ഞങ്ങൾക്കത് ഒരുമിച്ച് കൊടുക്കാൻ പറ്റി. അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം. ഇനി അടുത്തുള്ള ബർത്ത്ഡേയും അതൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. Daddy never complained about anything and doesn't want to bother anyone or upset anyone. Everything was adasarilla, or everyone who knows him describes him as a take-it-easy guy. The past 2 years, Dad had many chemo treatments and pain treatments. There were days when he would be laying at the hospital, and I would ask Daddy, between 1 and 10, എത്രയുണ്ട് വേദന? ഡാഡി പതുക്കെ പറയും 9 എന്ന് പറയും. പക്ഷെ എന്നാ ഡോക്ടർമാരോ നഴ്സുമാരോ കൂട്ടുകാരോ പള്ളിക്കാരോ ചോദിച്ചാൽ 3 പറയത്തുള്ളൂ, 3. കാരണം അതുപോലും ഡാഡി ആരും അറിയരുതെന്നുള്ള ആ വേദന ആൾക്കാരറിഞ്ഞില്ല, സങ്കടമാവുമെന്ന് അറിയാം. അതുകൊണ്ട് ഡാഡി പറയത്തില്ല. Dad never wanted anything for himself. He lived a very simple and minimalistic lifestyle. He was so frugal for himself. He taught us the value of things throughout mine and Shoma's life. What Dad gave, he gave it from his heart. He loved helping people financially, emotionally, and physically. ഡാഡി ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ, സ്നേഹിച്ചാൽ അത് മനസ്സറിഞ്ഞാൽ കൊടുക്കണം.
പക്ഷെ ആരും അറിയില്ല. ഞാനും ഷോമിയും മമ്മിയും ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഡാഡിക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അറിയുന്നത്. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ, വീടിന്റെ വാതിക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ നടന്നു പോകും. ഇപ്പൊ എന്നോട് ചോദിക്കും, മോൻ ആരാണ്? അപ്പൊ ഞാൻ പറയും, ചെറിയ സാജന്റെ മോനാണ്. ഒത്തിരി പേര് അപ്പൊ എന്റെ കൈ മുറക്കെ പിടിക്കും. മുറുക്കെ പിടിക്കുമ്പോ നമുക്ക് അറിയാം എന്തോ കാര്യമുണ്ട്. ഇപ്പൊ ചിലർ പറഞ്ഞിട്ടുള്ളത്, മോനെ ഈ വാച്ച് നിന്റെ ഡാഡി എനിക്ക് 20 വർഷം മുമ്പ് തന്നതാണ്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു എന്റെ മക്കളെ കെട്ടിക്കാൻ ഡാഡി സഹായിച്ചിട്ടുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാനും സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്കറിയാം ഡാഡിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാശ് ചുരുട്ടി ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ട്. അതാരും അറിയില്ല. ഡാഡിയുടെ രീതിയല്ല. I assume everyone can tell from the qualities, you can guess what kind of father he was. നിങ്ങളെ ഡാഡി പാവമായിരുന്നു. He never got angry, never scolded us. എനിക്ക് ഇച്ചിരി കുരുത്തക്കേട് ഉള്ള കൂട്ടത്തില്ല. നേരായ വഴി ചിലപ്പോൾ ഞാൻ നടന്നിട്ടില്ല. I didn't make it any easier for Dad when I was going through my rebellious phase of life. We would take advantage of Dad because he was Pavo. Mommy had restricted. ഞാൻ ഓർക്കുന്നുണ്ട്, ഷിക്കാഗോ ചെറുപ്പത്തിൽ ഒരു ട്രിപ്പിന് പോകണമെങ്കിലോ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യണം. അത് ഒരു ഒപ്പ് കിട്ടിയാൽ മതി. ഞാൻ കള്ളനാണ്. ഞാൻ ഡാഡിയെ പറ്റിക്കാൻ എനിക്കൊരു സിസ്റ്റം ഉണ്ട്. ഡാഡി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഡാഡിക്ക് ഒരു റൊട്ടീനുണ്ട്, ഒരു കുളിയുണ്ട്. പിന്നെ ലുങ്കി ഇടും. ലുങ്കി ഇട്ടിട്ട് ഒരു കിടപ്പ സോഫയിൽ TV കാണുമ്പോൾ നാട്ടിലെ എല്ലാവരും വിളിക്കും. മമ്മി 8 മണിയാകുമ്പോൾ വരും. അപ്പൊ എനിക്ക് 1 മണിക്കൂറേ ഉള്ളൂ സമയം. ഡാഡി എങ്ങനെയെങ്കിലും സോപ്പ് അടിച്ച് നിൽക്കും. സോപ്പടിച്ച് ഡാഡിക്ക് അറിയാം ഡാഡിയെ പറ്റിക്കുമല്ലെന്ന് ഡാഡിക്ക് അറിയാം. ചിലപ്പം മാർക്കൊക്കെ ഇട്ടിട്ട് പറയും, ഞാൻ തന്നെ പറയും കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും. അത് ഡാഡി പറയും അത് മതി, അത് 1 മാർക്കായിരിക്കും കൂടിയത്. പക്ഷെ ഡാഡിക്ക് അത് സന്തോഷമായിരുന്നു. അപ്പോഴത്തേക്കും മമ്മി വരും. മമ്മി ചോദിക്കും, നിങ്ങൾ എന്നാ അത് സൈൻ ചെയ്തത്, നിങ്ങൾ വഴക്ക് പറയണ്ടേ? അപ്പൊ പേരിന് ഞങ്ങളെ നോക്കി പറയും, ഈ അടുത്ത പ്രാവശ്യം നന്നായി പഠിച്ചോണം കേട്ടോ ഒരു ശബ്ദമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഡാഡിക്ക് ദേഷ്യമല്ല, ഞങ്ങളോട് പിണങ്ങും. ഒരാഴ്ചത്തോളം മിണ്ടത്തില്ല. ആ വേദന ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. 100 പ്രാവശ്യം തല്ലിയാലും സാരമില്ല, പക്ഷെ മിണ്ടാതിരിക്കുമ്പോൾ അത് ഭയങ്കര പാടാണ്. Daddy wanted me and Shoman to move to India for school. He loved India so much. You know, it was his happy place. ശരിക്കും ഡാഡി ഭയങ്കര സന്തോഷം നാട്ടിൽ പോകും. ചിലർ നാട്ടിൽ പോകുന്ന സന്തോഷം, ഒത്തിരി സന്തോഷം. ഡാഡിയുടെ കൂട്ടായ്മയും കൂട്ടുകാരും കാണുന്ന ഡാഡിക്ക് സന്തോഷം. എനിക്ക് നാട്ടിൽ പോകുന്ന ഒട്ടും ഇഷ്ടമില്ല. Growing up here, it was so hard. When you grow up here, when you watch movies, American dads here teach you how to change an oil, go to baseball games, go camping. അതൊന്നും ഡാഡി പഠിച്ചിട്ട്.
അതാണ് ഞാൻ ഓർത്ത് what fatherhood meant. But Dad taught us everything in India. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവും. Dad didn't take us back for education, but to show us where he's from, our traditions, culture, our faith, helped see all the relationships he had. But once I was in India, I was able to see how Daddy got his qualities. ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഡാഡിക്ക് കിട്ടിയത് ഞങ്ങൾ അപ്പച്ചന്മാരുടെയും സഹോദരങ്ങളിൽ കസിൻസ്, തമ്പിച്ചാൻ, ഞങ്ങളെ ചാച്ചൻ, ബാബുച്ചാൻ, many others. ശരിക്കും അവരും കൂടി എല്ലാവരും കൂടി എന്നെ വളർത്തി. One day when I become a father and raise a family, if I can just have 1% of Daddy's qualities instilled in me, I know I'll be leaving a lasting impact on our future generations. Daddy was so dearly loved by so many people. While working from home, I would hear his phone ring every 10 minutes. Just from the tone they said his name, it would make me cry. അതാരായാലും കരഞ്ഞു. ഡാഡിയെ വിളിച്ച പേരുകൾ ഞാൻ പറയാം. സാജൻ, സാജ, സാജോ, സായിച്ച, സായിച്ചായൻ, സാജൻ ചേട്ടൻ, സാജൻ അങ്കിൾ, സാജൻ സർ, സാജൻ കുഞ്ഞ്, സാജപ്പൻ, സാജപ്പോ, അപ്പച്ച. But I think his favorite was being called Appapan. He loved all his siblings' kids as his own. Ranjichai, Nibuchai, Lal, Lima, Hani, Ronichai, Bibin, Koch, many more. Daddy our jeevan, our. But for us, he's always Daddy. I think what makes Daddy unique is Daddy കൂട്ടുകാരെ ഒത്തിരി സ്നേഹിക്കും. അതെല്ലാ കൂട്ടുകാരെയും കൂടപ്പറപ്പങ്ങളെ പോലെയാണ് സ്നേഹിക്കുന്നത്. അവരുടെ മക്കളെ, അവരുടെ മക്കൾ എന്ന് പറയുന്നത് ഡാഡിയുടെ മക്കളാണ്. അതുകൊണ്ടാണ് ഇത്ര ഇന്റിമേറ്റ് ആയിട്ട് എത്ര പേര് സഹായിക്കാനും എത്ര പേര് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും കൂടെ നിന്നുണ്ട്. Our community and Mommy is the only reason why we're standing. I remember the day when Dad was diagnosed. I don't have a medical background, so I didn't know what pancreatic cancer was. Luckily, I Googled it. All I could see was 5% survival rate, 3 to 5 years life expectancy at the best case scenario. Obviously, you would pray, please help Daddy be in the 5%. Let him survive. That news was hard. I remember that day. Me and Mommy were at the doctor's office. News എല്ലാം കേട്ട് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. സാധാരണക്കാര് അതോർത്ത് കരയും. ഡാഡി കരഞ്ഞില്ല. മമ്മിയെ സോഫയിൽ ഇരുത്തിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചു. മമ്മിയുടെ വണ്ടിയുടെ താക്കോലും പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കൊരു ഇടം വരെ പോകണമെന്ന്. We went to AutoZone, the most random place. He fixed everything in Mom's car right there. He said, I don't want Mommy to have any issues with her car when she's driving stressed or going to work, because I don't know what my physical state will be in 2 months. He didn't think how the cancer will affect him, but he wanted all of us to be taken care of. Mommy, Shoma, Edwin, Veena, and I. He would tirelessly work to finish everything he had to do. The house, his business, things in India, our weddings, during this cancer fight. God may not have answered my prayers to include him in the 5%. And I was angry. But instead, he was answering my prayer in a different way. He gave Mom the strength and wisdom to lead our family.
മമ്മിയുടെ പ്രാർത്ഥനയും സാക്രിഫൈസും കാരണമാണ് ഡാഡി ശരിക്കും 3 വർഷം ജീവിച്ചത്. അച്ഛന്മാരും എല്ലാവരും എപ്പോഴും ഒരു കാര്യം പറയാൻ ഓർക്കുന്നത്, തക്കതായ തുണ ദൈവം തരും. ശരിക്കും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. God gave Shoma and I the most loving, understanding, supportive, caring spouses in Edwin and Bina and their families. Ronnie Sajan was Dad's favorite nephew. Ronnie Sajan നാട്ടില് ചിലർ ഇവിടെ കണ്ടിട്ടുണ്ട്. Ronnie Sajan Daddy സൂക്ഷിച്ചിട്ടുണ്ട്. He came all the way from India to be with Daddy and serve him for many months. Ronnie Sajan was truly our older brother and supported us in every way. I can't list all the names of everyone who helped us through this journey, but I could say there's been over 1,000 people. Through prayer, through support, through any means. Everyone just wanted to help him in some way because they knew Daddy would do the same for them. The prayers, the prayer lines, the visits, the constant communication gave Daddy and Mommy so much willpower and courage. Daddy, I do not know how life will be the same without you. We are all very dependent on you. You did everything the right way. You are leaving behind a legacy that everyone respects and cherishes. We will do everything to keep your legacy alive. On earth, you protected us, guided us, and provided for us, and loved us. I know you're going to heaven early to prepare a heaven for us, and be waiting to receive us when it's our time. I love you so much, Daddy. അറ്റ്ലാന്റ മർത്തോമ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതായ ബഹുമാനപ്പെട്ട ടി.എസ്. തോമസ് അച്ഛൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം.പി. സാമുവലച്ചൻ കുടുംബാംഗങ്ങളോട് അനുശോചനം പറയുവാനായിട്ട് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാനത് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ശോമ തന്റെ പിതാവിനെ കുറിച്ചുള്ളതായ ഓർമ്മകൾ. വൈഷമ്യമുള്ളേതുക്കുന്നും ഞാൻ കരേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. ഹാ മഹേശ കരുണേശ പൊന്നുനാഥ, നീ എനിക്കായി വേണ്ടതെല്ലാം ദയത്തോ നീ നൽകുമ്പോൾ എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനായി? എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനായി?
ഡാഡിയുടെ പാട്ടാണ്. കീമോ കഴിഞ്ഞു വരുമ്പോഴും വേദനയുള്ള സമയത്തും സന്തോഷമുള്ള കാലത്തും പാടിയ പാട്ടാണ്. ദുഃഖിതനായി ഓടിപ്പോയാലും അവിടെ വരുന്ന ഒരു കർത്താവിനെ കുറിച്ച് എന്നും ഡാഡി പാടി. We could all agree that my dad is not known as the loud person. He's not known for his forceful advices. He doesn't really have uninvited opinions or thoughts. He never liked to be the center of attention. He was never boastful and showed pride in nothing. My daddy is known for one thing, and that's his calm presence. Pray for me as I attempt to share some words and memories about my dad. My dad admired simplicity. He was not a complicated guy. He didn't love fine things in life. He loved sales. He loved buy one get two free offers. He loved tasting samples at Sam's Club and trying out different kinds of grapes at the store before he made his final decision. He gave me that quality too. My dad was a simple man, and he led and lived that life from the beginning till his last day. Although I struggled to understand why he did the things he did to live a simple life, it all comes in a full circle to me today. Daddy's hand was never short when it came to giving generously. One day I was sitting with him. We received a call from a family in India. I didn't know them. I listened to Daddy say very few words and conclude. I asked him, "Adayarunnu Daddy?" Daddy പറഞ്ഞു, "ഓ അതൊരു ക്യാൻസർ ഉണ്ടായെന്ന് കൊച്ചു വിളിച്ചതാ." ഞാൻ ചോദിച്ചു, "അവരെന്നാ പറഞ്ഞു?" ഡാഡി പറഞ്ഞു, "ഞാൻ അവന്റെ ട്രീറ്റ്മെന്റിന് സഹായം ചെയ്തായിരുന്നു. അവന് സൗഖ്യം കിട്ടി." As simple as that conversation ended. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഡാഡിയുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ പോലും അറിഞ്ഞില്ല. Till this day, I hear stories of Sajan. Sajan ആണ് ഞങ്ങളുടെ വീടിന് ഡൗൺ പേയ്മെന്റ് ഇട്ടത്. ഒരു ദിവസം എനിക്ക് നിവൃത്തിയില്ലാഞ്ഞപ്പോൾ സാജൻ തന്നു. സാജൻ എന്നെ സഹായിച്ചു. സാജൻ തന്നു. ഇങ്ങനെ ഒരുപാട് കഥകൾ ഞങ്ങൾ ഇന്നും കേൾക്കുക. ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. What his left hand gave, his right hand didn't know. Mom told us their simple beginnings in Chicago. A donated couch, a bed, a couple of dishes. They started their life with nearly nothing. Daddy worked multiple jobs during the day and went to classes at night. He became a respiratory therapist, and with pride he said that was his dream job till last week. He was never ashamed of where he started and always reminded us to embrace simple beginnings. Sean and I grew up learning the importance of working hard, having a good work ethic. He taught us that nothing in life comes for free. You don't just sit and wait, but you work to achieve. He encouraged us to only purchase things that you needed and not what you wanted. iPhone 11 ഇറങ്ങുമ്പോൾ ഡാഡിയുടെ കയ്യിൽ ആ പഴയ iPhone 4 പിടിച്ചിട്ട് ഭയങ്കര അഭിമാനത്തോടെ പറയും, "എനിക്കിത് മതി, ഫോൺ വിളിച്ചാ പോരെ." ആഡംബരം ആഗ്രഹിക്കാത്ത ഒരു ജീവിതം ഡാഡി നയിച്ചു. അത് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. ഡാഡിയുടെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആയിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു ഹെസിറ്റേഷൻ ഇല്ലായിരുന്നു ഡാഡിക്ക്. He was a joyful giver. My relationship with my dad, like any father-daughter relationship, was a special one. Sometimes in life we seek friendships, but it's later we realize that our biggest supporters are our parents. They demonstrate a sense of patience, forgiveness, and understanding most relationships won't grace us.
My daddy was my best friend. I used to tell him, Daddy, you are my right hand and my strength. Today, with all honesty, it feels like my right hand has been chopped off. A void I can't seem to put into words. Daddy didn't show a lot of affection physically or through his words, but he showed me that he loved me and supported me in ways that I needed it the most. Every day on the counter of our kitchen table, he would put one pack of M&Ms for me when he got back from the store for lunch. There was no saying, no talking about it. It was just mine. Even as a grown adult, Daddy crinkles some money and chases me around the house every time I come from New York. വേണ്ട ഡാഡി, ഞാനിപ്പോൾ ജോലി ചെയ്യുമല്ലേ, എനിക്ക് പൈസ വേണ്ട. ഇരിക്കട്ടെ ഷോംകുട്ടി, എയർപോർട്ടിൽ നിന്ന് ഒരു കാപ്പി കുടിച്ചോ. Last month, he would run to his walker and he would crinkle dollar bills from his drawer and say, അടുത്ത മാസത്തെ റെന്റ് ഞാൻ കൊടുക്കാം. My daddy always saw me. He understood me in a very unique way. He always listened to me, sat with me, he comforted me. The last 3 years, soft-spoken Daddy would speak to me for hours. My commute from work was so long, so from 3 to 4 was our time together. Chala ദിവസം Daddy ഒത്തിരി സംസാരിച്ചു. Sometimes after chemo, he couldn't talk much, but that hour, എൻ്റെ കൂടെ ഫോണിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യം, ടയർ മാറ്റുന്ന കാര്യം, ഓയിൽ ചേഞ്ചിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഇച്ചിരി കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള കാര്യമൊക്കെ എന്നോട് പറഞ്ഞു തരും. He would only hang up after I got home. ഷോംകുട്ടി വീട്ടിലെത്തിയോ? എന്നാ വച്ചേക്കാം. My heart hurts a little hard around 3 p.m. and that might be an ache I will carry till my grave. Sometimes I wonder if God gave us 3 years to notice our dad a little bit more. He was such a hardworking man, so self-sufficient. Sometimes we didn't notice his tired footsteps up the stairs after his long day at work. This last week I sat down and I just looked at my dad and I thought, what a handsome guy. He has such long, beautiful fingers. Such a beautiful, friendly smile. I just looked at his face and I studied his veins and each wrinkle on his face. Thank you, God, for this Daddy. I got to take the time to recite that next to him and thank him in his ears. But I would be lying if I said, എനിക്ക് കൊതി തീർന്നിട്ടില്ല. എൻ്റെ ഡാഡിയുടെ കാലത്ത് എനിക്ക് കൊതി തീർന്നിട്ടില്ല. മുടി വെട്ടി, മുഖം ഷേവ് ചെയ്ത്, ഡാഡിയുടെ മുഖത്ത് നോക്കി, ശബ്ദം കേട്ട്, പാട്ട് പാടിക്കൊടുത്ത് എനിക്ക് കൊതി തീർന്നിട്ടില്ല. Daddy would make a family everywhere he went. Our time in India was his biggest dream. He wanted us to learn and embrace our language and culture. He wanted us to grow in perspective of where both him and Mommy came from. He taught us the importance of family, maintaining genuine relationships with our aunts, uncles, neighbors, and cousins. Daddy would hold our hand and walk us through each neighbor's house, each farmba, each memory he had. He taught us the difference between varikachaka and kurachaka. He told us if you touch a chana, it will itch. He made us taste the jamanga fruits he ate growing up. He taught us the history of each forefather and each tomb in the cemetery. He built a house in Kerala, and it still carries his breath in each brick. Daddy lived embracing where he came from. His excitement whenever our flight lands Kochi was heartwarming. He would have a complete outfit change, put on his simplest shirt and his whitest munda to fit right in.
Running from one house to the other, he wanted to make sure we saw everyone. 2018, our world was forever changed. Daddy received the diagnosis of pancreatic cancer, and we couldn't help but wonder, why him? Ed Zamaji once told me when I went to India this past time, Makkale, Kartav Anigraham Tannalum, Kaipaneer Tannalum, Adinne Mattolam Sandoshichu Valichu Kudikkanamennu. In my dad's life, he endured suffering physically, but he never complained. When his body disappeared in front of his eyes, he never murmured. When his stomach hurt, he never showed us. When he became nauseous, he would fight to resist it. Daddy Kaipinte anubhavam adinte mattolam sandoshathoda valichu kudichu. Pratyashayoda. One day I took Dad to an appointment with his oncologist. This particular test result showed that his cancer antigen was high. For normal people, it should be around 0 to 9. His was 10,000. With heavy hearts, we left the clinic and got in the car. I held his hand and said, Daddy, we will find 10,000 reasons to thank God. It is true. We had more than 10,000 reasons to be thankful for. When we grew weak, people stood and fought for us. Every day from 8 a.m. to 7 p.m., there were back-to-back phone calls for my dad. Reggie uncle at 8 a.m., Vincent uncle with his call Sajan at 9, Thomajan uncle at 10 a.m., Babu uncle 4 times a day, Jane Jervin and Jace Jervin at 12, Sajan uncle thereafter, Rajapur uncle and Mercy auntie in the evening, Houston Amaji also in the evening. The list goes on. Dad had a team of people who called him daily and made him feel so supported and loved. Sometimes Sean and I would wonder, how did such a quiet daddy become so close with so many ammamas? Deena Auntie, Almanamaji, Daisy Mama, Kunyamola Mama were all his sisters. In our absence, Reggie Uncle, one of his best friends, would come during his hard-working hours and make sure Daddy had a warm meal to eat on the days Mommy worked. He made sure to check on all of us. Reggie Uncle stepped in and comforted us and strengthened us. A friend to my dad that became a brother to him. Uncle, you took us in and you talked to us like we were your own kids. You, along with the rest of the Southside family, were one of those 10,000 blessings to my daddy. Lila Auntie, Alka, Sushanti, Mata Kunyanko, Roshan, Alicia, Kochwan Auntie, Anubi, Vincent, always would run and support us during Daddy's treatment, whether that was sitting with him or taking him to treatments. Thank you for being one of those 10,000 blessings for him. Daddy's best friend, Jordy Uncle, is my dad's secret keeper. He would tell almost everything to Jordy Uncle. Their friendship started over 33 years ago, and even in a state of coma, this past week, he would respond to Jordy Uncle when he said, Sajapo. We started a life in Atlanta because Dad wanted to be where his best friend was. Daddy would be upset if we didn't thank you for being our biggest support and strength, and for making him Sajapan Ilikato. Thank you, Mercy Auntie, Sonia, and Sonia, for always being present and encouraging us. You are all one of those 10,000 blessings we saw this past year. Minnie Auntie, you were the first person I called and cried my heart out the day my dad got diagnosed. Auntie sat with me through the phone call and encouraged me to trust in God. She started a prayer group 3 years ago to pray for my dad, and now thousands of others have been prayed for. You, Auntie, were one of those 10,000 blessings for my dad. Jessie Auntie, when I cried to you about the stress, about things regarding Daddy's care and Mom's stress, you supported us and strengthened us. You supported my mom at work. You drove hours when we called you, packed special meals without spices for Daddy,
Auntie, you were one of those 10,000 blessings. Mercy, Auntie, you were so dear to my dad. One of his favorite nieces. Sometimes we would trick Dad to eat his kanji and say, Mercy, Auntie, kondonu vazhake mer kuti tinno. Then he would try to eat. You would bring his favorite uppamanga. Joy Uncle helped a lot for that. You were one of those 10,000 blessings for my dad. Susie Auntie, Ponni Auntie, Bobin Auntie, Mariam Auntie, Minnie Auntie and Kunjuma Auntie. You sat for 3 hours on your knees, 3 years on your knees, from 10 p.m. to 12 a.m. every single night to pray for my dad. You surrounded us with love and support. You took part in our joys and our sorrows. You came with snacks, but you enriched our homes with songs of praise. You were one of those 10,000 blessings to my dad. Roni Chacha, you came several times to take care of Dad and support us. You put your life on pause to physically help us and care for us. You loved us well and continue to show us genuine love daily. You are someone so special to my dad. He would say, his Roni Mon, you were one of the 10,000 blessings we saw. Ajuachan, you sat with all of us. Like a brother, you took part in our sadness. The day you got back from your dad's funeral, you sat with us. You shared your experiences regarding cancer, and you understood our pain. You checked in on us daily. You were one of those 10,000 blessings. Ed, you took my dad to treatments. You were always on call for all our needs. You stayed and supported my dad. You took on the role of his third son. You made him laugh so hard. You stood with us through each CT scan, each treatment decision. You were one of those 10,000 blessings. Sajan Uncle, you mean so dear to him. A childhood friend, a family member, and a brother. Thank you for sitting through phone calls with him, encouraging him, and loving on him. You were one of those 10,000 blessings. Ed, Sean, Vienna, you made a way to rearrange schedules to sit with Dad, to FaceTime him, to encourage him, to listen to him, to cheer him through each treatment, to be present. You all made an effort for Dad to feel loved and for Mom to feel supported. Sean, you carried Dad like a baby when he couldn't walk. You were all one of his 10,000 blessings. Annie and Auntie, ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടാണ്. ഡാഡിയെ സ്വന്തം ബ്രദറിനെ പോലെയാണ് ആൻറ്റി കഴിഞ്ഞ മാസം നോക്കിയത്. ഒരു ദിവസം ഡാഡി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, മോളെ ആരെങ്കിലും ആന്റിയെ മൈക്രോവേവ് ഓണാക്കാൻ പഠിപ്പിച്ചോ? ആന്റിക്ക് ചൂട് ഭക്ഷണം കഴിക്കണ്ടേ? ഡാഡിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക രീതിയായിരുന്നു. അത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ആനിയമ്മ എന്റെ ഡാഡിക്ക് 10,000-ൽ ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. There are so many blessings I can't seem to name them all at this short time. Like I said, there were 10,000. To our Chicago family, our Atlanta family, our family near and far, neighbors, friends in India, thank you for all being one of those 10,000 blessings we saw this year. My dad's biggest blessing, however, was my mom. Not just these past 3 years, but for the past 33 years of life together. They have walked hand in hand through it all. My dad always had a childlike faith. No matter how early he opened the store, he would be there on the 6th row of the bench, not a minute late to church. In India, he sat on the 3rd row. Daddy asked God exactly what he needed. He thanked him daily. He sang songs of praise daily. He prayed for all cancer patients in the world. He thanked God for adding to the number of his days on earth. But my mom, she demonstrated the love of Christ to him in a significant way. I believe she was the hands and feet of Jesus in his life. She sat with him through each treatment. She encouraged him emotionally, surrendered him spiritually, and never left his side.
For 3 years, just like Jacob wrestled with the angels, so did my mom. She pleaded, prayed, and cried. Our dad's prognosis was 3 months. God heard her cry and granted us 3 years. Mommy, you are Dad's biggest blessing, and he was yours. In their marriage, I have never seen my dad raise his voice towards her. He always supported her, protected her, encouraged her, and believed in her. Your marriage was a testament of God's faithfulness. Thank you, God, for such amazing parents. I don't remember a lot of stories from Chicago, but I remember at 8 p.m. when my dad would come home from work, I would eagerly sit at the door waiting to run up to him with a hug, screaming, "Daddy, Daddy, Daddy." Years later, when we were in India, there were times when Mom, Sean, and I would be there while Dad was here in America working. The night before Dad would return from America to be with us, I remember the level of excitement I would have. I would sit and wonder, what does he look like now? I wonder if he smells like America. I wonder if he has anything in his bag for me. I wonder what shirt he would be wearing. Today, my anticipation has grown. Daddy, I cannot wait to see you. I cannot wait to see you in your healthiest form, free from pain and suffering. I cannot wait to see your pure and innocent giggle. I cannot wait to hold your hand so you can walk me into eternity just like you did on my wedding day. You will forever be my strength. You will always be my right hand. I still have ways to go when it comes to loving like you do, giving like you do, seeing people like you do. An amazing husband, the best dad, a thoughtful brother, a genuine friend, a good uncle. The list goes on. I still have to grow in calmness and patience like you, but I strive to complain less and to live life peacefully. I will live the rest of my days honoring you in everything I do. I will see you very, very soon, and the rest of my days I will continue to dream of that moment. I love you with all of my being. It is an honor to be your little girl. Our days will never be the same, but we hold on to the hope that we will see you very, very soon. ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ഷോൺ. Thank you, everyone. Thank you, Reverend Sajan. He's one of our elders in our family. Daddy was so happy when Achin retired and moved to Atlanta. He has been there for our entire need, every need, and a true support system. Thank you, Achin. Thank you, Reverend Aju Ebra. I don't have enough words to thank Aju Achin for all the support and guidance he has provided to our family. Since the second he landed from India 3 years ago, he found out where there was a cancer patient in his new parish. He made it a purpose to visit us and be part of our family. Achin was not just an Achin. Achin was like a sahodaran to Mommy. Really supported her. Achin always listened and talked to us in caring tone. We truly don't know when Achin sleeps. He's always there and available. He married us. He did all the sacraments for Daddy so eloquently and gracefully. Thank you so much, Achin.
I'd like to thank Reverend K. George Achin. Daddy was always happy to see you and hear your voice. He was truly a friend to our family. I'd like to thank Deacon Benny Shemmachin Cherio. He's part of our family. Shemmachin ഞങ്ങളോട് ഒന്നോ രണ്ടോ മാസം താമസിച്ചു. ഡാഡിയെ ശരിക്കും ശുശ്രൂഷിച്ചു. ഡാഡിക്ക് തുണയും ശക്തിയും തന്നു. Thank you. So many people prayed for us and visited us. I'm just going to list as many as I can. Bishop C.V. Matthew, Dr. Isho Matthew Achin, our St. Peter Manganam Nadagoga, Reverend K.Y. Jacob Achin, Reverend Thomas Alexander Achin, Reverend Dr. K. Jameson Achin, he's part of our family, he married Rani. Reverend John Corolla, Reverend Father Dominic Marthal Kalpil, Reverend P.S. Thomas, Boban Achin from the Holy Family Cananea Catholic Church members, Cyril Malabar Catholic Church members, Evangelical Church members, Pastor Cherian and his church members, and of course, the Atlanta Marthma Church. We humbly and sincerely thank all members for the support in different ways. Food, prayer meetings, visiting, just lending shoulders to cry on. We live far away. People don't realize how far we live from the church. To have someone there every single day means the world to us. And we would not have survived these past three years without us. The medical team, we'd like to thank Dr. Butt, Dr. Joshi, Dr. Sarmiento, Dr. Akshay, the oncology team, nursing staff, and the Emory University Hospital, Dr. Maxwell as well. The Emory CCU director, staff for supporting my mom during this difficult time. Friends, families who visited, called, checked in on Dad during this entire process. Family Zoom meetings was so powerful. Ronnie Chachin, Hani Chechi, James Sajan, they all coordinated even though they couldn't be here. In a way, it's a blessing. If there was no COVID right now, I don't think that many people would participate from India. So it was really nice to see everyone. I really want to thank our Southside family. They were our backbone. We could not function every day without them. They sacrificed so much. Shawna went in detail and listed everyone. And we are so humble. All the selfless volunteers who helped us this past week. Nangalanima, thank you. The live stream team, and all the funeral home people. Dad was a very simple person and hated when money was spent on him. He was happy with everything he had. He made sure to tell us, "Ende adakathine kashi avashyillada chelavakkaru. Ee pookkalum photayonnu enikku kondupovan pattathilla." Instead, he told us to use that money towards helping someone in need who's fighting the same fight. He was so fortunate to have good insurance, family, and this huge community. So Daddyക്ക് ഒരു വിഷമമില്ല. ഒത്തിരി വിഷമത്തിൽ പോകുന്നവരുണ്ട്. അവരെ സഹായിക്കാനാണ് Daddy വരുന്നത്. So I would like to thank everyone who participated in Dad's charity. We raised over $7,000 from all over the world, and we're so happy, and I know he will be happy. That's what matters to him. We'd like to thank the Eternal Hills Funeral Home and everyone for all the kind words and support during these past few days and for attending these services. Our family will never forget the love we received. We will forever remember the special bond that Dad had on everyone, and we will continue his legacy for generations. Thank you. May God all bless you. നമുക്ക് ശുശ്രൂഷയെ ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. വൻക്രിയായെന്നിൽ നടന്നോ കർത്തനെന്റെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ
ദൈവമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജനപ്രകാരം മരിക്കുന്നവരും മരണമില്ലാത്തവരുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ സ്നേഹത്തിനാൽ ഞങ്ങളുടെ സ്നേഹത്തെ സ്ഥലപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അരിക്ഷതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവരെയും സന്തോഷങ്ങളുടെ പന്തികരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നേൽക്കുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തര് അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാറോടോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ സകല അസ്ഥികളുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ സകല ഉപകാരങ്ങളെയും മറക്കരുത്. നിന്റെ സകല നീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു, നിന്റെ സകല വേദനകളെയും സൗഖ്യമാക്കുന്നു. നാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നു, കൃപ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിന്നെ ഓർത്താകുന്നു. പാലിക്കുമോ സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞുപോകത്തക്കവണ്ണം വരയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സിസ്റ്റാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതര പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെടിപാടിങ്കിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കോണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൾ കൊണ്ട് കബറുള്ളവരെ നശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭമുള്ള അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുടെ ശബ്ദം കൊണ്ട് മരിച്ചവരോട് സ്മരിപ്പിക്കുകയും തന്റെ തിരുവിഷത്തിന്റെ ആംഗ്യത്താൽ നിത്യപ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപമായിരിക്കുന്ന മിശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്നിടവും യോഗ്യമായിരിക്കുന്നു. ഹോശോ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനമാകുന്ന മിശിഹാ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുയിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകെ കുർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി.
നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവർ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നദ്ധിയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ നിമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം പ്രകാശിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞവനായ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിഭാഗതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിന്റെ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ വബുകുല സബാൻ ലവൽമിൻ. വാനം ഭൂവനം കേടോ കേടങ്ങും മാനുവേൽ വരവേങ്കൽ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വരുവരുള്ള ഇമ്പമുള്ളതും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് എഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത മതിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാറുകളോട് കൂടെ നടക്കുന്ന നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ. ഹോശോ വബകുല സുബാനില വൽമേ.
ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഇഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മറഞ്ഞു നിന്നാജ്ഞ ലംഘിച്ച് അടിയാ പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ഭയങ്കരമാമ്പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ സ്ലീപായുധമെങ്ങൾക്കു തുണയായി നിൽക്കണമേ. ഉന്നതമണവാളൻ ഉദിക്കുന്നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോരാനന്ദിച്ചിടോ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും ഈ പിതാവും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഓശോ കുലസഭാൻലവർമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. നിന്റെ സ്നേഹം തികവുള്ളതത്രേ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കോ കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ
തൻ സുതനും ശപിക്കപ്പെട്ടവനെ നരകാഗ്നിയിലേക്ക് പോകുവേൻ എന്നരുളി ചെയ്യുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണമുറയിലേക്ക് പ്രവേശിക്കുന്നു, ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തന്റെ മുമ്പാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താതികർത്താവുമായുള്ളവേ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വയിടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവരുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവർ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്ന അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സകല സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് അവകാശമാക്കി തീരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എഴുന്നള്ളത്തെങ്കിൽ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും പിതാവിനെയും പരിശുദ്ധരുമായി സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന ഉയർത്തെഴുന്നേൽപ്പിന് പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഇവിടെ ശവസംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈ മൃതശരീരം സെമിട്രിയിലേക്ക് കൊണ്ടുപോവുകയാകുന്നു. സെമിട്രിയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവസാന ദർശനത്തിനുള്ളതായ സമയമാകുന്നു. അതുകൊണ്ട് വരിവരിയായിട്ട് പുറകിൽ നിൽക്കുന്നവര് ആദ്യം വന്ന് വരിവരിയായിട്ട് കണ്ട് നിങ്ങൾ അങ്ങനെ ഒടുവിൽ ഏറ്റവും മുൻവശത്തോട്ടുള്ളവർ ആ രീതിയിൽ ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, കുടുംബാംഗങ്ങളെ നിങ്ങൾ അറിയാം, നമുക്ക് ആശ്വസിപ്പിക്കുവാനായിട്ടുള്ളതായ അവസരമാണ് എങ്കിൽ തന്നെയും ഇന്നത്തെ ഒരു സാഹചര്യത്തില് ദയവായിട്ട് നിങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ദയവായിട്ട് കീപ്പ് ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊള്ളുന്നു. ആരെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരെ സ്പർശിക്കുവാനോ നിങ്ങൾ ചെയ്യരുത് എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സീനായ് മേലിറങ്ങി പുനരുത്ഥാനത്തെ മോശയ്ക്കായി
മേലുള്ള കർത്താവേ തിരുമോ അടിയാർ ചെയ്ത അകൃത്യങ്ങൾ പോക്കി ക്ഷമിച്ചിടണമേ. തിരുകഷ്ട സങ്കേതപ്പെടുന്ന ഞങ്ങളെ നിൻ വരവ് തള്ളിയിടരുതേ. നാഥാ നിൻ നാമം കൊണ്ടാടുന്നെങ്ങൾ അടിയാരെ നീയും കൊണ്ടാടണമേ. തിരുമുമ്പിൽ നിന്നോ നരകത്തിൽ നിന്നോ രക്ഷിക്കണമേ. സോദരേ നിങ്ങൾ മറക്കാതെ മരണ സമയമോർത്തുകൊള്ളുവിൻ. മണ്ണെത്ര ഭാഗ്യസാലമാതിൽ വസിപ്പേക്കങ്ങളെ നീതിയെ രാങ്കി ധരിപ്പിക്കണമേ. പരദേശിൽ ഭാഗ്യം തന്നോ ഞങ്ങളെ വിശുദ്ധരെ പന്തിയിൽ ഇരുത്തിയിടണമേ. ആവി പോൽ നമ്മുടെ നാളുകൾ കടന്നു പോകുന്നപ്പോഴും ഓർത്തിടുവിൻ. ഞങ്ങൾ പ്രകാശ തിന്മാണവരയിൽ വിശുദ്ധൻ തോടുകൂടെ പോകേടണമേ. ഉയർപ്പും ജീവനോ നീയാകയാലേ അവരോടു കൂടെ സ്തുതി പാടുമെങ്ങൾ. നിനക്കും താതനും വിശുദ്ധാരൂഹായ്ക്കും എന്നേക്കും സ്തോത്രം
തുടർന്ന് കുടുംബാംഗങ്ങൾക്ക് അന്ത്യശുഭനം നൽകുവാനായിട്ടുള്ളതായ അവസരമാകുന്നു. in
ఎందు ఖేదం ఈ
കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റ വെന്തുരുകും സോദരരെ എന്തിങ്ങനെ മാത്യകുല മൃത്യു അനുഭവിച്ചിടുന്നു ശാന്തമേറുമേനിയാകെ കീഴഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടടുക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു മൊഴിക്കും പൊഴുവേനോ ഇരയാവാനറിയുന്നു നാഥ നിന്റെ വരവെങ്കിൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോശവ് എന്നേക്കോ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയാരുൾക. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ചറിയിച്ചതായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യവനായ ഒരു പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്?
ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ നാവി പോലെ മാഞ്ഞു പോകുന്നവയുമാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങൾ മരണമാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങളെ ദുഷ്ടനിഷ്ഠപ്പെടണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. വിശ്വാസപ്രമാണം. പിതാവായ സർവശക്തനായി ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശംസിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ.
ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിനും നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് ഒരുങ്ങുമെന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇവിടെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ പാർത്താലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പേരും. ഇവിടെ ഇനിയും പിരിഞ്ഞു പോകാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതും കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഫ്ലവർ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാസ്കറ്റ് താഴോട്ട് ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ സമർപ്പിക്കാവുന്നതാണ്. Yeah.
അവിടെ മരിച്ചില്ല. Over.